ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ആ ദിവസം വന്നു. ആനിവേഴ്സറി, 3 വർഷത്തെ മാരേജിൻ്റെ ആനിവേഴ്സറിയാണ്. ഞങ്ങൾ 10 വർഷം ലവ് ചെയ്തിട്ട് 3 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. രാവിലെ അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല, ഏട്ടന് വർക്കുള്ളതുകൊണ്ട്. അപ്പവും സാധാ നമ്മുടെ തേങ്ങ ചമ്മന്തിയും ആയിരുന്നു. അപ്പം അതെന്തായാലും ഡെയിലി ഞങ്ങളുടെ വീട്ടിൽ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു. അത് നല്ലതായിരുന്നു, നമ്മുടെ വീട്ടിലത്തെ ആയതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്ത് ഇങ്ങനെ റെഡിയൊന്നും ആയിട്ടില്ല, ചുമ്മാ അങ്ങനെ നോക്കുവാണ്. അപ്പം ഞാനൊരു ഇത് മേടിച്ചു കേട്ടോ, മറ്റേ മെറ്റലിൻ്റെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ചെയിൻ മേടിച്ചു. എനിക്ക് ഗോൾഡിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് എനിക്ക് ഇതാണ്. കാരണം സ്വർണ്ണത്തിൻ്റെ വിലയ്ക്ക് എന്തായാലും ഗോൾഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, അത് എല്ലാവർക്കും ചേരണം എന്നില്ല. കുറച്ച് നല്ല സ്കിൻ ടോൺ ഉള്ളവർക്ക് മാത്രമാണ് അത് എടുത്ത് നിൽക്കുകയുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കാൻ നല്ല വൈബാണ് കേട്ടോ. ഞങ്ങൾ ഔട്ട്സൈഡ് സീറ്റിംഗ് ആണ് പ്രിഫർ ചെയ്തത്. അപ്പം ഇന്ദിരാനഗർ ബാംഗ്ലൂരിലാണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ കുറച്ച് അപ്പർ വേർഷനായിട്ടാണ്. അപ്പം ഒരു ദിവസമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഓപ്റ്റ് ചെയ്തതാണ്. ഞാൻ മഷ്റൂം സൂപ്പ് മേടിച്ചു. ഏട്ടൻ്റെ അത് ചിക്കൻ സൂപ്പാണ്, തേങ്ങാപ്പാൽ ചിക്കൻ സൂപ്പ് എന്ന് പറയും. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, തിരക്കില്ല, നല്ല സൂപ്പായിരുന്നു, എനിക്കിഷ്ടമായി. ഞാനിങ്ങനെയാണ് കേട്ടോ വാവയെ വെച്ച് കഴിക്കുക. കാരണം അവൻ നല്ല കൊച്ചുകുട്ടിയാണ്, 9 മന്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് അമ്മയാണ്, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയും മഷ്റൂം സൂപ്പാണ്. പിന്നെ അപ്പം മേടിച്ചു. പിന്നെ ഇത് റായ്ത്ത, പിന്നെ ഇത് മഷ്റൂം കറിയാണ് കേട്ടോ, വറുത്തരച്ച മഷ്റൂം കറിയാണ് നമ്മൾ മേടിച്ചത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെമ്മീൻ ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇതൊരു ഡിഫറെൻറ്റ് തിങ് ആയിരുന്നു. ഇത് വാഴപ്പൂ കട്ട്ലേറ്റ് എന്ന് പറയും, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ ഹൈപ്പിന് പറയല്ല, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു വാഴപ്പൂ കട്ട്ലേറ്റ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ വാഴപ്പൂ വെച്ചിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ബിരിയാണി വിളമ്പി കൊടുക്കുവാണ്. എനിക്ക് ചിക്കൻ ബിരിയാണി അത്രയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ചിക്കൻ ബിരിയാണി വൈറ്റ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമല്ല. ഇത്രയേ ഉള്ളൂ.